കഴിഞ്ഞ ക്ലാസ് നമ്മൾ എവിടെ വരെ പഠിച്ചായിരുന്നു? അറിയാമോ എല്ലാവർക്കും? നമ്മൾ എന്തെല്ലാം പഠിച്ചു? നമ്മൾ സെന്റിമീറ്റർ എന്താന്ന് പഠിച്ചല്ലേ? സെന്റിമീറ്റർ cm എന്ന് ഷോർട്ട് ഫോമിൽ എഴുതാൻ പഠിച്ചു, മീറ്റർ പഠിച്ചു അല്ലേ? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ എന്ന് പഠിച്ചല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിലോമീറ്ററിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ കുഞ്ഞു യൂണിറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കെയിലൊക്കെ ഉള്ള കുഞ്ഞു യൂണിറ്റ് സെന്റിമീറ്റർ പഠിച്ചു. പിന്നെയോ മീറ്റർ പഠിച്ചു, കുറച്ചുകൂടെ വലിയ യൂണിറ്റ് മീറ്റർ പഠിച്ചു. ഇനിയോ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? കിലോമീറ്റർ ആണ് അല്ലെ? വലിയ അളവാണ് അല്ലെ? ഇനി 1 മീറ്റർ = 100 സെന്റിമീറ്റർ ആണ് എന്ന് എല്ലാവർക്കും അറിയാം, പഠിച്ചതാണ്. ഇന്ന് പഠിക്കുന്നത് എന്താണ്? 1 കിലോമീറ്റർ = 1000 മീറ്റർ. ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ. 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, അങ്ങനെ 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 1000 മീറ്റർ ആകുമ്പോഴാണ് 1 കിലോമീറ്റർ ആകുന്നത്. കിലോമീറ്ററിനെ km എന്ന് എഴുതും, ഷോർട്ട് ഫോമിന് km എന്ന് എഴുതും. നമ്മൾ സെന്റിമീറ്ററിനെ cm എന്ന് എഴുതത്തില്ലേ? മീറ്ററിന് m എന്ന് എഴുതത്തില്ലേ? അതുപോലെ കിലോമീറ്ററിനെ km എന്ന് എഴുതും. 1 കിലോമീറ്റർ = 1000 മീറ്റർ. ഇതെല്ലാവരും നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഇത് പഠിക്കേണ്ട കാര്യമാണ്, എവിടെ പോയാലും ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ. 1 കിലോമീറ്റർ = 1000 മീറ്റർ. നമുക്കറിയാം 1 മീറ്റർ = 100 സെന്റിമീറ്റർ നമുക്കറിയാം. ചുമ്മാ നമുക്ക് ഈ കിലോമീറ്ററിനെ സെന്റിമീറ്ററിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്താലോ? ഈ വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്താൽ 1 കിലോമീറ്റർ = എത്ര സെന്റിമീറ്റർ വരും? എത്ര സെന്റിമീറ്റർ വരും? 1000 × 100 അല്ലേ? 1000 × 100 വരുമ്പോ എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5 6 5 സീറോസും 1 ഉണ്ട്. ഇതിനെ എന്തെന്നാ വിളിക്കുന്നത്? എന്താണ്? 1 lakh സെന്റിമീറ്റർ. ഇതിന്റെ ആവശ്യമില്ല, എന്നാലും മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ 1 കിലോമീറ്റർ = 1000 മീറ്റർ and 1 meter = 100 സെന്റിമീറ്റർ. ഇത് മാർക്കരുത്. നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക. എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്, ആവശ്യമുള്ളതാണ്. അപ്പൊ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് പേജ് നമ്പർ 56 ബാക്കി ഭാഗം പഠിക്കാം. കിലോമീറ്റർ ആട്ടോ, കിലോമീറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ട്രിപ്പ് ടു ആഗ്ര. ആഗ്രയിലൂടെ ട്രിപ്പ് പോവുകയാണ്. Mary and Bai Chung are going with their family to Agra. ആരൊക്കെയാണ്? മാരിയും ബൈ ചുങ്ങും ഫാമിലി ആയിട്ട് ആഗ്രയിൽ പോവുകയാണ് അല്ലേ? They get down at Agra Kant railway station and take a rickshaw to Taj Mahal. എന്താണ് അവർ ആദ്യം ആഗ്ര കാണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ടോ ഒരു ഓട്ടോറിക്ഷയില് താജ്മഹലിലോട്ട് പോയി. After 3 hours they start for Agra Fort again in a rickshaw. 3 മണിക്കൂർ താജ്മഹലിൽ സ്പെൻഡ് ചെയ്തിട്ട് അവര് പിന്നെയും ഒരു റിക്ഷോ, ഒരു ഓട്ടോറിക്ഷയില് ആഗ്ര ഫോർട്ടിലോട്ട് പോയി. In the afternoon they take a bus to go to Fatehpur Sikri. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഉച്ച കഴിഞ്ഞിട്ട് അവര് ഒരു ബസ്സില് ഫത്തേപൂർ സിക്രിയിലോട്ട് യാത്ര തിരിച്ചു. നെക്സ്റ്റ് പേജ് കണ്ടോ? മാപ്പ് ഓഫ് ആഗ്ര. ആഗ്രയുടെ മാപ്പ് കൊടുത്തിരിക്കുകയാണ് അല്ലേ? റെയിൽവേസ് ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, താജ്മഹൽ ഉണ്ട്, അവര് പോയ ആഗ്ര ഫോർട്ട് ഉണ്ട്, ഫത്തേപൂർ സിക്രിയിലോട്ട് പോകുന്ന വഴി കാണിച്ചിട്ടുണ്ട്, റിവർ യമുന, ബാർബർപൂർ ഫോറസ്റ്റ്, താജ് ഫോറസ്റ്റ്, പിന്നെ റെയിൽവേ ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാം ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡീറ്റെയിൽസ് താഴെ പറയുകയാണ്. Now look at the distances between these places for kilometers. We write kilometer. മിസ് പറഞ്ഞ പോലെ കിലോമീറ്ററിനെ km എന്ന് എഴുതും. ഇനി ഇവര് പോയ സ്ഥലങ്ങളുടെ എല്ലാം ഡിസ്റ്റൻസസ്, അതായത് ദൂരം എല്ലാം താഴെ കൊടുത്തിരിക്കുകയാണ്. ആദ്യം അവർ എവിടെയാ പോയത്? ആദ്യം അവര് ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അല്ലേ? എന്നിട്ട് റിക്ഷയില് എവിടെ പോയി? താജ്മഹലിലോട്ട് പോയി അല്ലേ? അപ്പോ ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷൻ ടു താജ്മഹൽ എത്ര ദൂരമുണ്ട്? 5 കിലോമീറ്റർ ദൂരമുണ്ട് അല്ലെ? ഈ ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിക്ഷയില് താജ്മഹൽ എത്തിയപ്പോൾ 5 കിലോമീറ്റർ അവർ സഞ്ചരിച്ചു അല്ലെ? ഇനിയോ താജ്മഹലിൽ നിന്ന് അവർ ആഗ്ര ഫോർട്ടിലോട്ട് പോയി അല്ലെ? താജ്മഹലിൽ നിന്ന് ആഗ്ര ഫോർട്ടിലോട്ട് പോയി.
അത് നമ്മളോട് ദൂരം എത്രയാണ്? 2 കിലോമീറ്റർ ആണ്. ഇനിയോ ആഗ്ര ഫോർട്ട് ടു ഫത്തേപൂർ സിക്രി. ആഗ്ര ഫോർട്ടിൽ നിന്ന് ഫത്തേപൂർ സിക്രിയിലോട്ട് പോകുന്ന വഴിയിലോട്ട് അവരങ്ങ് പോവുകയാ. എന്തിലാണ്? ബസ്സിലാ പോയല്ലേ. എത്ര കിലോമീറ്റർ ഉണ്ട് ദൂരം? 40 കിലോമീറ്റർ ഉണ്ട്. 40 കിലോമീറ്റർ. ആൻഡ് നൗ ഫൈൻഡ് ഫ്രം ദ മാപ്പ്. നമുക്ക് തന്നിരിക്കുന്ന ഈ മാപ്പിൽ നിന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ ഉത്തരങ്ങൾ എഴുതണം. ഓക്കെ. വിച്ച് ഈസ് ഫാദർ ഫ്രം ആഗ്ര കാൻ റെയിൽവേ സ്റ്റേഷൻ? താജ്മഹൽ ഓർ ഫത്തേപൂർ സിക്രി? ആഗ്ര കാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം എവിടെയാണ്? എന്തിനാണ്? താജ്മഹലിനാണോ ഫത്തേപൂർ സിക്രിക്കാണോ? എനിക്ക് ഫത്തേപൂർ സിക്രി 40 കിലോമീറ്റർ ഫിഗറിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല അല്ലെ. ഫത്തേപൂർ സിക്രിയിലോട്ട് പോകുന്ന വഴി മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ദൂരമുള്ളത്? ഫാർദർ. കണ്ടില്ലേ, ദൂരം കൂടുതലുള്ളത് ഏതിനായിരിക്കും? ഫത്തേപൂർ സിക്രി. എല്ലാരും എഴുതിക്കേ, ഫത്തേപൂർ സിക്രി. താജ്മഹലിലോട്ട് വെറും 5 കിലോമീറ്റർ ഉള്ളൂ അല്ലെ. ഫത്തേപൂർ സിക്രിയിലോട്ട് കുറച്ച് കൂടുതൽ ദൂരമുണ്ട്, അതുകൊണ്ട് അതിന്റെ വഴി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് ഫത്തേപൂർ സിക്രി. ഉത്തരം എഴുതിക്കേ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതുക. ഇനി ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ളൊരു അടയാളം കണ്ടോ? ഷോസ് റെയിൽവേ ലൈൻ. ഈ മാപ്പിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ലൈനില് കുറെ വരകൾ ഇങ്ങനെ വരച്ചു പോകും അല്ലെ. അതിന് റെയിൽവേ ലൈൻസ് അല്ലെ. റെയിൽവേയുടെ നമ്മൾ റെയിൽവേ പാളമില്ലേ, ആ പാളത്തിന്റെ വഴികളാണ് ഈ മാപ്പിൽ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ. ഇനി ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദീസ് ഈസ് നിയർ ടു റെയിൽവേ ലൈൻ? ഈ റെയിൽവേ ലൈൻ, അതായത് റെയിൽവേ പാളം, ഈ പാളത്തിന്റെ ഏറ്റവും അടുത്തുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാർപൂർ ഫോറസ്റ്റ് ഓർ താജ് ഫോറസ്റ്റ്? ഇവിടെ ഒരു ബാർപൂർ ഫോറസ്റ്റ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ താഴത്തായിട്ട് താജ് ഫോറസ്റ്റ് ഉണ്ട്. ഇതില് റെയിൽവേ ലൈൻസുമായിട്ട്, റെയിൽവേ പാളത്തിന്റെ റെയിൽവേ ലൈൻസുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഫോറസ്റ്റ് ഏതാണ്? ബാബർപൂർ ഫോറസ്റ്റ് ആണോ താജ് ഫോറസ്റ്റ് ആണോ? ബാബർപൂർ ഫോറസ്റ്റ്. സോ എല്ലാവരും എഴുതിക്കേ, ബാബർപൂർ ഫോറസ്റ്റ്. ഇനി ആഗ്ര ഫോർട്ട് ഓർ താജ്മഹൽ? ഈ ആഗ്ര ഫോർട്ട് ആണോ താജ്മഹൽ ആണോ റെയിൽവേ ലൈൻസിന് ഏറ്റവും കൂടുതൽ അടുത്ത്? നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അല്ല, റെയിൽവേ ലൈൻ ഏറ്റവും കൂടുതൽ അടുത്ത് ഏതാണ്? ആഗ്ര ഫോർട്ട് ആണല്ലേ. കണ്ടില്ലേ, ഇത്രയും വ്യത്യാസമല്ലേ ഉള്ളൂ. താജ്മഹലായിട്ട് കുറച്ച് കൂടുതൽ വ്യത്യാസമുണ്ട്. സോ എന്താണ്? ആഗ്ര ഫോർട്ട്. എല്ലാവരും എഴുതിക്കേ. ഇനി വിച്ച് ഈസ് ക്ലോസർ ടു ദ റിവർ യമുന? ഇത് കണ്ടില്ലേ, നമ്മുടെ ടെക്സ്റ്റില് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബ്ലൂ കളറില് ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തേക്കുന്നത് എന്താണ്? റിവർ യമുന. ഓക്കെ. ഈ റിവർ യമുനയുടെ ഏറ്റവും കൂടുതൽ ക്ലോസർ അടുത്തുള്ളത് ഏതാണ്? താജ്മഹൽ ഓർ റെയിൽവേ സ്റ്റേഷൻ? താജ്മഹൽ ആണോ റെയിൽവേ സ്റ്റേഷൻ ആണോ? റിവർ യമുനയുടെ തൊട്ടടുത്തുള്ളത് ഏതാണ്? താജ്മഹൽ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആ ഒരു ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടില്ലേ എല്ലാവരും. സോ എല്ലാവരും എഴുതിക്കേ, താജ്മഹൽ. ടെക്സ്റ്റിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇനി മാച്ച് ദ കറക്റ്റ് ലെങ്ത്. Draw lines to match each picture with how long it can be. എല്ലാവരും ഈ തന്നേക്കുന്ന ഈ ഫിഗേഴ്സിന്റെ എത്രയൊക്കെ ലെങ്ത് വരും എന്ന് മനസ്സിലെല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് ഈ തന്നേക്കുന്നതുമായിട്ട് അടയാളം മാച്ച് ചെയ്യുക. ഓക്കെ. ലെങ്ത് ഓഫ് ആൻ എർത്ത് വോം. ഒരു എർത്ത് വോം മണ്ണിരയുടെ ലെങ്ത് എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ വരെ പോകും അല്ലെ. വോളിയം ഇതൊക്കെ കാണും, ചിലപ്പോൾ 10 സെന്റിമീറ്റർ വരെ പോകും. സോ എല്ലാവരും 10 സെന്റിമീറ്റർ ആയിട്ട് ഒന്ന് മാച്ച് ചെയ്ത് കൊടുത്തേ. ഇനി ഹൈറ്റ് ഓഫ് എ ചൈൽഡ് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ എല്ലാവരുടെയും ഹൈറ്റ് മെഷർ ചെയ്യാൻ പറഞ്ഞതാ. നിങ്ങളെല്ലാവരും 1 മീറ്ററിന് അടുത്തോ അതിന് കുറവോ അല്ലെങ്കിൽ അതിന് സ്വല്പം വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലെ. സോ എല്ലാവരും മാച്ച് ചെയ്തേ, 1 മീറ്റർ. ഇനിയോ വിഡ്ത് ഓഫ് എ ഫിംഗർ നെയിൽ, നിങ്ങളുടെ ഒരു വിരലിന്റെ വീതി, നീളമല്ല വീതി, എത്ര വരും? 1 സെന്റിമീറ്റർ, ഏകദേശം 1 സെന്റിമീറ്റർ അല്ലെ. സോ എല്ലാവരും ഒന്ന് ലൈൻ വരച്ച് മാച്ച് ചെയ്യുക. ഇനി ലെങ്ത് ഓഫ് എ സാരി, നിങ്ങളുടെ ഉമ്മയുടെയൊക്കെ സാരിയുടെ നീളം. ലെങ്ത് ഓഫ് എ സാരി എത്ര വരും? ഏകദേശം 5 മീറ്റേഴ്സ്. ഉമ്മയോടും ചോദിച്ചു നോക്കിക്കേ, ഉമ്മ പറഞ്ഞുതരും. ഏകദേശം 5 മീറ്റേഴ്സ്.
സോ എല്ലാവരും ലൈൻ വരച്ച് മാച്ച് ചെയ്യുക. ഇനി ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു സ്കൂൾ. ഇത് കണ്ടില്ലേ, നമ്മുടെ ഒരു മൈൽ സ്റ്റോണില് 25 കിലോമീറ്റർ, അടുത്ത മൈൽ സ്റ്റോണില് 27 കിലോമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഹോം, ഇത് സ്കൂൾ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര വരും? 27 - 25 2 കിലോമീറ്റർ അല്ലേ? സോ എല്ലാവരും 2 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് അവിടെ ആ ഫിഗറുമായിട്ട് 2 കിലോമീറ്ററിന്റെ മാച്ച് ചെയ്ത് പെൻസിൽ വെച്ച് മാച്ച് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞില്ലേ? എളുപ്പമല്ലേ? ഇനി അടുത്ത പേജ് നമ്പർ 59. ദ ലോങ് ടെയിൽ കോമ്പറ്റീഷൻ. വലിയ വാലുള്ള കോമ്പറ്റീഷനെ അത് ആർക്കാന്ന് കണ്ടുപിടിക്കണം. വലിയ വാൽ ആർക്കാണെന്ന് കണ്ടുപിടിക്കുക. ദ ആനിമൽസ് ഇൻ ദിസ് പിക്ചർ ഹാഡ് എ കോമ്പറ്റീഷൻ. ഈ പടത്തിലുള്ള ആനിമൽസിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. The animal who had the longest tail won a prize. ഈ കൂട്ടത്തിലെ ആനിമലിന് ഏത് ആനിമലിനാണോ വലിയ വാലുള്ളത്, ടെയിലുള്ളത്, അപ്പൊ അതിന് ഒരു പ്രൈസ് കിട്ടും. Now, who do you think won the first prize and who won the second? നിങ്ങൾ ഒന്ന് കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ആർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് ആൻഡ് ആർക്കായിരിക്കും സെക്കൻഡ് പ്രൈസ്? Just guess the length of the longest tail. Longest ഏറ്റവും നീളമുള്ള വാലിന്റെ ഏത് ആനിമൽ ആണോ അവരുടെ ആ വാലിന്റെ നീളം എത്രയാവും ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ഓക്കെ, മങ്കി ഉണ്ട്, പിഗ് ഉണ്ട്, കൗ ഉണ്ട്, എലിഫന്റ് ഉണ്ട്, റാറ്റ് ഉണ്ട്, ക്രോക്കഡൈൽ, ലിസാർഡ് ഉണ്ട് അല്ലെ, സ്നേക്ക് ഉണ്ട്, കുറച്ച് അല്ലാതെ കുഞ്ഞു കുഞ്ഞു വേറെ ബേർഡ്സ്, ആൻഡ് എല്ലാം ഉണ്ട് അല്ലെ. ഇവിടെ എല്ലാവരുടെയും കോമ്പറ്റീഷൻ ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാലിന് നീളമുള്ള മൃഗം ഏതാണ്? നോക്കിക്കേ, ഏതാണ്? പറയുന്നു മങ്കി. ഫസ്റ്റ് പ്രൈസ് ആർക്കായിരിക്കും? മങ്കി. ഇനി സെക്കൻഡ് ആർക്ക് വരും? കൗ അല്ലെ. കൗവിന് സെക്കൻഡ് വരും അല്ലെ. അപ്പം ഫസ്റ്റ് പ്രൈസ് ആയ മങ്കി അല്ലെ, മങ്കിയുടെ വാലിന്റെ നീളം ഏകദേശം എത്രയായിരിക്കും? എത്ര വരും? എന്താണ്? ഏകദേശം ഒരു 1 മീറ്റർ വരും അല്ലെ. സോ എല്ലാവരും ഇവിടെ എഴുതിക്കേ. ഫസ്റ്റ് പ്രൈസ് is for monkey, second prize for cow. The length of the longest tail is about 1 meter. ഏകദേശം 1 മീറ്റർ നീളം വരും മങ്കിയുടെ വാലിന്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. ഓക്കെ, പേജ് നമ്പർ 59, പേജ് നമ്പർ 58, പേജ് നമ്പർ 57. എല്ലാം എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക, നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ എഴുതി വെക്കുക. 59, 57, 58, 59 വരെയുള്ളതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ഇട്ട് തരിക കേട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്.